ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി കടച്ചക്ക പുഴുക്കാണ്. ചായയുടെയും ചോറിൻ്റെയും അതുപോലെ കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ കടച്ചക്ക പുഴുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ കടച്ചക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു കൂഞ്ഞിയൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഈ കടച്ചക്ക എവിടെ കിട്ടിയാലും വാങ്ങിക്കോളൂ കേട്ടോ, കാരണം ഇതിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. കടച്ചക്കയിൽ ധാരാളം വിറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ omega-3 omega-6 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഓവർ വെയിറ്റ് ഉള്ളവരൊക്കെ ഈ കടച്ചക്ക ഉപയോഗിക്കുന്നത് നല്ലതാണ്, കാരണം ഇത് ലോ കാലറി ഹൈ ഫൈബർ ഫുഡാണ്. കടച്ചക്ക നമ്മുടെ മുടിക്കും അതുപോലെ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഈ കടച്ചക്കയിൽ ഒരു പശ ഉണ്ടാവും, അപ്പം അത് നമ്മൾ കയ്യിൽ എണ്ണ തേച്ചിട്ട് ഇത് അരിയുകയാണെങ്കിൽ ആ പശ നമ്മുടെ കയ്യിലൊന്നും ആവില്ല. അതുപോലെ ആ നടുക്കുള്ള ആ കൂഞ്ഞിയെടുത്ത് കളയണം. എന്നിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിത് 3-4 ഒന്നിച്ച് വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ കട്ട് ചെയ്തത് അപ്പോൾ തന്നെ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ ചുമന്ന് പോകും. ഞാനിതിപ്പോൾ കുറച്ചൊന്ന് അരിഞ്ഞു വെച്ചിട്ട് അപ്പുറത്തേക്കൊന്ന് മാറിപ്പോയിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് അത് ചെറുതായിട്ടൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. കടച്ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കൂടി ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് മൂടി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വെള്ളം കുറച്ചുകൂടെ വറ്റാനുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ കടച്ചക്ക നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി പുഴുക്കിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ, 12 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 5 പച്ചമുളക്, ഇവയെല്ലാം കൂടെ ഒതുക്കിയെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഇനിയൊരു പാൻ സ്റ്റൗവിൽ വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് എന്ന് പറയുന്നത് 1 മുറി തേങ്ങയാണ് കേട്ടോ. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുകയും ചെയ്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ച കടച്ചക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പുഴുക്കാകുമ്പോൾ കുറച്ചൊന്ന് ഉടഞ്ഞാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ ഉടച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനകത്ത് കറിവേപ്പിലയൊക്കെ നല്ലപോലെ ചേർക്കണം കേട്ടോ, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കടച്ചക്ക പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ചുകൂടെ ടേസ്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.